മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. 18 തികയാത്തവർ വാഹനം ഓടിച്ചാൽ ശിക്ഷ മാതാപിതാക്കൾക്ക്. അത് നല്ല നിയമമാണല്ലോ. 18 തികയാത്തവർ വാഹനം ഓടിച്ചാൽ 25,000 രൂപ പിഴയും 3 മാസത്തെ കഠിന തടവും മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. അടച്ച റബ്ബേ, ഇവിടുത്തെ ഹിമാറിന് 18 ആയില്ലല്ലോ. ഇത്തോതിൽ പോയ കോയ ജയിലാവൂലേ? വണ്ടി നിറഞ്ഞു. എന്താണ് കാര്യം പറ. വണ്ടി എടുത്തിട്ട് പോണ്ടെന്ന് പറഞ്ഞില്ല, താക്കോലും കൊണ്ട് ഞാൻ പോവാറുള്ളല്ലേ. ഇജ്ജ് പോവോ? വണ്ടി നിറങ്ങണം, വണ്ടി പോട്ടെ. ഞാൻ എന്താണെന്ന് പോയാല് ഞാൻ പോണ്ടെന്ന് ഉപ്പ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വണ്ടിക്കാളെ പോയെന്ന പിന്നെ എന്താണ് തരൂല എന്ത് കാര്യത്തിൽ തന്നെ. ഇന്ന് എന്നോട് വണ്ടി പോണ്ടെന്ന് ഉപ്പയാണ് പറഞ്ഞേ. ഞാൻ പോകും. ഇജ്ജ് പോവോ? അന്ന പിന്നെ ഇജ്ജ് എടുക്കണം. എന്റെ നെഞ്ചത്ത് കൂടെ ഈ പോവുള്ളൂ. അവിടെ കിടക്ക് ഞാൻ എടുക്കാലോ. എന്താ നോക്ക്, പച്ച മട്ടലെ പൂപ്പനെ വെറുപ്പിക്കണ്ട. പിന്നെ എന്റെ മോനാണെങ്കിലേ ഞാൻ പറഞ്ഞത് കേൾക്കുള്ളൂ. ബാപ്പന്റെ ബാപ്പയാണ് ഞാൻ പറഞ്ഞത് കേൾക്കുള്ളൂ. നോക്കാം ബാപ്പ നിങ്ങടെ വന്നിങ്ങട് എത്തച്ച് കാണിക്കണ അവിടെ എപ്പോ തുടങ്ങിയ ഒരാളെ ഫോൺ വിളിക്കാതെ ഇവരോട് ഞാൻ സ്കൂളിൽ വണ്ടി എടുത്ത് പോണ്ടെന്ന് പറഞ്ഞു. ഓൻ പോകുന്നു. ഓൻ എങ്ങനെയാ പോവുക? അല്ല എന്റെ വാപ്പ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ ചെക്കനെ കാണുമ്പോൾ നിങ്ങൾ ഈ കീരും പാമ്പും മരി ആവണ എന്താണ് അറിയാണ്ട് ചോദിക്ക. അല്ല എനിക്കോ നിങ്ങൾ ചെറുപ്പത്തിൽ വണ്ടി മേടിച്ചന്നില്ല. ഇപ്പൊ ഓനക്കൊരു വണ്ടി കിട്ടിയാ ഓ പോയിക്കോട്ടെ. അതിനിപ്പോ എന്താണ്? അതിനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇജ്ജാണ്ടാ ഓനെങ്ങനെ ബസ്സിലാക്കണത്? ഓ വണ്ടിയിൽ പോയാലേ 3 കൊല്ലം ഈ ജയിലിൽ കഴിയേണ്ടി വരും. അറിയാം എന്താ ഈ പറയണോ? ഓ വണ്ടി എടുത്തോന് ഞാൻ എന്തിനാ ജയിലിൽ കിടക്കണേ? ജയിലിൽ കിടക്കേണ്ടി വരും. അതാണ് പുതിയ നിയമം. പേപ്പർ വായിക്കണം. പേപ്പറിൽ വെണ്ട കച്ചരത്തിൽ എഴുതി വെച്ചിക്കണ്, 18 വയസ്സ് തികയാത്ത കുട്ടികൾ വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചാല് മാതാപിതാക്കള് 3 കൊല്ലം ജയിലിൽ കിടക്കണം, 25,000 രൂപ പിഴയും കൊടുക്കണം. നേരോ? നേരാണ്. ഉണ്ട തിന്നേണ്ടി വരും. ഉണ്ട 3 കൊല്ലം. ആര് പറഞ്ഞോട് ഉണ്ടെന്ന്? എല്ലാ ദിവസവും ചപ്പാത്തിയും ചിക്കനാണല്ലോ. അതെന്നോട് ആര്യ പറഞ്ഞു? പേപ്പറിലുണ്ടാവുമല്ലോ. അല്ല, ആ പേപ്പർ നമ്മള് വായിച്ചില്ല. അത് നിങ്ങൾ വേണി വായിച്ചാൽ മതി. അതെ, അല്ല ഇജ്ജ് പിന്നെ അവിടുത്തെ ചിക്കനും ചപ്പാത്തിയൊക്കെ തീറ്റിക്കാൻ വേണ്ടിട്ടാ വണ്ടി എടുത്ത് പോണേ. അല്ല എന്നോട് ഇപ്പൊ ഇത്ര ഉപ്പ പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഈ നിയമൊക്കെ പറഞ്ഞപ്പോ എനിക്കെന്താ ചെവിയിലേക്ക് പോകാത്തേ? എങ്ങനെ കേൾക്കാൻ? അതിനോൻ പത്രം വായിക്കണ്ടേ? ഇജ്ജ് വായിക്കലുണ്ടോ പത്രം? ഞാൻ ഇപ്പൊ ഇവിടെ പത്രം വായിച്ച് കുത്തിരിക്കും. പണിക്കൊന്നും പോണ്ടേ? നിങ്ങൾക്ക് പണിയില്ലാച്ചിട്ട് എന്തെത്തണ്ട എന്റെ ഒരു ശീലം നിങ്ങൾക്ക് ആർക്കും കിട്ടാണ്ടായി പോയത്. ഉപ്പു 5 പൈസ തൊട്ട് വണ്ടി ഓടിക്കണം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് സൈക്കിൾ ഉണ്ടാക്കി മാറേ. അതിന് നിയമൊന്നും ബാധകല്ല. ഓ മാണ്ടാത്ത ചോറ് ചോദിച്ചു വരിക, വണ്ടി കൊണ്ട് ഇറങ്ങി. എനിക്കിപ്പോ പോണം. രാജ്യ പൂല ഞാൻ പറഞ്ഞു കേട്ടോ. അനക്ക് സ്കൂളിൽ പോണിച്ച് ബസ്സിന് പോയിക്കോ. ബസ്സിന് പോയിക്കോ, അല്ലെങ്കിൽ നടന്നു പോയിക്കടാ. എന്റെ കൂട്ടുകാരന്മാരൊക്കെ വണ്ടിക്കാണ്. അപ്പൊ ഞാൻ മാത്രം നടന്നു പോണോ? നടന്നു പോണോ? അല്ല ഇപ്പൊ ഈ വണ്ടി ഉണ്ടെങ്കിലേ സ്കൂൾക്ക് പോണോ? അങ്ങനെ എന്റെ മോൻ പോണോന്ന് കാണണം. അങ്ങനെ ഉണ്ടോ? എനിക്കൊരു വാക്ക് ഈ പോണോന്ന് കാണട്ടെന്നാല്. ബാപ്പ എന്നെ വണ്ടിക്ക് വിട്ടില്ലെങ്കില് ഞാൻ ആത്മഹത്യ സത്യമായിട്ടും. മനമേ ആയി ശരി. ഇതിപ്പോ നിങ്ങള് കുട്ടികളുടെ ഒക്കെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും ഇങ്ങോട്ട് അങ്ങനെ നടന്നില്ല വെച്ചാൽ അപ്പൊ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും പറഞ്ഞിട്ട് മാതാപിതാക്കളെ പേടിപ്പിക്കല്. ആത്മഹത്യ ചെയ്യോ? ഞാൻ ചെയ്യും. അതെ, എന്നെ മോൻ പോയിട്ട് വേഗം ആത്മഹത്യ ചെയ്തിട്ട് ഓടിവായോ. ചെല്ലി ആത്മഹത്യ ചെയ്താലേ ഇതാ നോക്ക്, എന്റെ കണ്ണിന്ന് ഒരു താരി കണ്ണീരാ പൊടിയൂല. മാത്രല്ല എന്റെ മഞ്ചത്തുണ്ടുമ്പോ ഒരു ചവിട്ടും കൂടി ചവിട്ടി തന്നെ ഞാൻ കബറിലേക്ക് ആക്കോളൂട്ടാ. 25,000 ഉറുപ്പ്യ കൊടുക്കണു പോട്ടെ. ഞാൻ 3 കൊല്ലം ജയിലിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ജഡ്ജാലിന് ഒരു അനക്കണ്ടാവും നോക്കി. ബാപ്പ മുന്നിലിരിക്കട്ടെ. നടന്നാ പോയിക്കോട്ടോ പാപ്പാ. പറ്റൂല, എനിക്ക് വണ്ടിക്ക് തന്നെ പോണം. അതെ, ഞാൻ വണ്ടിക്ക് എനിക്ക് മൊബൈല് മേടിച്ചു തരാത്തപ്പോ വാശി വിട്ടമാരി അല്ല. കുട്ടികളാണെങ്കിലോ അനുസരണമാണ് മൂത്തോരോട്. പറഞ്ഞിട്ടുണ്ടോ? ഇറങ്ങണ വണ്ടി. പറ്റൂല. ഇപ്പൊ വണ്ടി കൊണ്ടുപോകും, പോലീസ് തന്നെ വിളിക്കും. ഞാൻ 3 കൊല്ലം ജയിലിൽ കിടന്നാല് എന്റെ കുട്ടി എന്തുരുത്തിട്ടാ കേറ്റ വായലിക്ക്. എന്താ
ഞാനെന്താ തിന്നുക? നീ എന്റെ ഫീസ് അടക്കണോ? ഈ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നെ അടുത്ത ക്ലാസ്സിലേക്ക് ചേർക്കുന്നതൊക്കെ ആരടക്കും എന്റെ ഫീസും കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും ഒരു കൂസലുണ്ടോ അവന്റെ മുഖത്ത് നോക്ക്. ഇറങ്ങിയിരിക്കണേ, വർത്താനം പറയാൻ നിക്കണേ. പാപ്പ കയറട്ടെ. എന്താ ഓന്റെ ഉങ്ക്? കേറാണ്ടില്ലേ? എനിക്ക് ബാപ്പയോടൊപ്പം പുറകിരുന്ന നാണക്കേടാണ്. അമ്പടി കേമി അനക്ക് നാണക്കേടോ? ഈ ഉമ്മർത്ത് ഇങ്ങനെ ഷട്ടിപ്പുറത്ത് ഇങ്ങനെ നടന്നു വെച്ച് എങ്ങനെ ചെയ്യ പാന്റ് തൊട്ടൊക്കെ ഇട്ടു തുടങ്ങിയത്? നിങ്ങൾ നാണക്കേട്. സ്റ്റാർട്ട് ആവണല്ലേ കൊണ്ടുപോയി നശിപ്പിച്ച് അടുത്തടക്ക്. ഇനി ഇത് വെക്കാണ്ട പോയിട്ടേ 2000 രൂപ വേറെ പേ കൊടുക്കേണ്ടി വരും. എവിടെ കൊണ്ട് കിട്ടേണ്ടത്? ഇട്ടിട്ട് പോ. ഇനിയിപ്പൊ അത് വലിച്ചു പൊട്ടിക്കണം. അഞ്ചങ്ങള് അതിലും വലിയ അടങ്ങള്. ഞാൻ പോയി വിടും. അല്ല നിങ്ങളുടെ നെഞ്ഞത്ത് കൂടെ ഞാൻ ഇപ്പൊ പോകണ്ടേ? അല്ല വേണ്ട, ഇതിലെ വയ്ക്കോ. ബാപ്പയും ബാപ്പയ്ക്ക് പറ്റിയൊരു മോനും ഈലാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്ന് പറഞ്ഞാല് എന്താ എല്ലാം ഉണ്ടല്ലോ അല്ലേ? എന്റെ പേരെന്താ? കാർത്തികേയൻ. ബുക്കും പേപ്പറൊക്കെ ഉണ്ടോ? അത് സാറിനെ കാണിച്ചിട്ട് പോയാൽ മതി. ശരി ശരി, ഓക്കെ. ഇതെന്താണ്? അത് മുടിയില്ല സാറേ, അതുകൊണ്ട് താടി വളർത്തണം. ഹെൽമെറ്റില്ലല്ലോ. പോയിക്കളഞ്ഞു സാറേ, ഞാനോർത്ത് നിർത്താൻ പറഞ്ഞാണ്. ഊതിക്കണവന്മാരും ഒറ്റ ഊളകളും കുടിച്ചിട്ടുമില്ല, ഹെൽമെറ്റ് വെച്ചവൻ നിർത്താതെ പോയി. വെറുതെ വെയിലത്ത് നിക്കാന്നല്ലോ സാറേ. അവന്റെ നമ്പർ നോട്ട് ചെയ്താ? നമ്പർ നോട്ട് ചെയ്യാൻ പറ്റില്ല, ഞാനോർത്ത് നിർത്തേന്ന് ഓർത്ത്. വേറെ ഒരുത്തൻ വണ്ടി ഇവന് ഒന്നും ഇല്ലെങ്കിലും പിടിച്ചു വെക്കാം. ആ നിർത്ത് 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 നിർത്ത്, വീഴണ്ട വീഴണ്ട, നിർത്ത്, സമാധാനത്തിൽ നിർത്തിയാൽ മതി. ആ ബുക്കും പേപ്പറൊക്കെ ഒന്ന്, ബുക്കും പേപ്പറൊക്കെ നൂതിയെ പതുക്കെ അയച്ചാൽ മതി, പതുക്കെ അയച്ചാൽ മതി. അതവിടെ ഊതിക്കോ, അകത്തേക്കല്ല പുറത്തേക്ക്. ഒന്നും കൂടി കുടിച്ചിട്ടില്ല അല്ലേ? കുടിക്കൂല. അപ്പൊ ആ ബുക്കും പേപ്പറൊക്കെ ഒന്ന് കാണിച്ചു. ബുക്കും പേപ്പർ ഞാനേ ഇപ്പൊ പെട്ടെന്ന് പിന്നെ സ്കൂൾക്കൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അങ്ങനെ വരികയായിരുന്നു. അപ്പൊ അല്ല ഇരിക്കുന്നുണ്ട് മറ്റേ ബുക്കും പേപ്പറും ഉണ്ട് വീട്ടിലാണ്. അത് പറ്റൂല, വണ്ടിയിൽ വെക്കണമല്ലോ അത് പെട്ടെന്ന് എടുത്തില്ല. ഓനൊന്ന് പെട്ടെന്ന് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടേ. പെട്ടെന്ന് പോകുമ്പോഴും ഇതൊക്കെ നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതല്ലേ? അല്ല അതെ സാറേ, ഇതിപ്പോ നമ്മുടെ നിയമം മാത്രമാണ് നിങ്ങളെല്ലാവരും നോക്കണല്ലോ. ഇപ്പൊ ഇവിടെ റോഡൊക്കെ ആകെ താറുമാറായിട്ട് എടുക്കാണ്, അതൊന്നും നോക്കാൻ ഒരാളില്ലേ. ഞങ്ങളുടെ ഇപ്പൊ ഭയങ്കര പേന്നൊക്കെ പറയണ്ടല്ലോ സാറേ. 10 ഇരട്ടിയാക്കിയിട്ടുണ്ട്. അതൊക്കെ മേടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഉപകാരം നടത്തുന്ന വേണ്ടിയില്ല. അതിപ്പോ ആൾക്കാർക്ക് റോഡൊക്കെ ആകെ തേർഡ് കൊടിയായിട്ടാണ് കിടക്കുക. അതെ, റോഡ് പണിയൊക്കെ PWDയുടെ ആണ്, അല്ലാതെ ഞങ്ങളുടെ പണിയല്ല സാറേ. ആ പുള്ളി വലിയ സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെയുള്ള ആളാണ്, നിയമമൊക്കെ അറിയാം ഒരുപാട്. ഓ ആ അല്ല സാറേ, അങ്ങനെ വെച്ചിട്ട് പറഞ്ഞല്ലേ ഞാൻ. ചെല്ലേ, നമ്മളോട് കാശ് പിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ചെല്ല് ചെല്ല്, വേഗം കാണിച്ചാൽ വേഗം സ്കൂളിൽ പോവാം. വണ്ടി എടുത്തിരുന്നെങ്കിൽ എന്താവും സ്ഥിതി സാറേ?
ലൈസൻസ്. ആരെന്താ അഴിമതി കാണിച്ചത്? അല്ല ഞാന് അങ്ങനെ വെച്ചിട്ട് പറഞ്ഞല്ല സാറേ. അപ്പൊ ഈ റോഡൊക്കെ അഴിമതി കാണിച്ച് പണിത് കാരണമാണ് ആകെ താറുമാറായി കിടക്കണെന്ന് പറയാണേ. അതിന്റെ കാര്യമൊക്കെ സർക്കാർ നോക്കിക്കോളൂ. അതെ, അല്ല നമ്മുടെ പിരിവിനുള്ള കായ് മാത്രമേ സർക്കാർക്ക് അറിയുള്ളൂ. ഇതൊന്നും നേരാക്കേണ്ട കായ് ചെലവാക്കണില്ല. റോഡ് പണി കഴിഞ്ഞ് മഴ പെയ്യാണ്. മഴ പെയ്യാതിരിക്കാൻ സർക്കാർ പറ്റുമോ? മഴ പെയ്യുന്നോണ്ടാ റോഡ് കേടുന്നു പോകുന്നത്. അല്ലേ? അല്ല, അതെ അതന്നെ.